യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. വൈദീശേഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അവൻ ബാലേട്ടനെ കൊണ്ടുപോയിട്ട് മുസ്ലിമാക്കുക, അയാൾക്ക് സഹിക്കുവോ? അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുപോയിട്ട് നേരെ കാഫിർ വെക്കുക, നമുക്ക് സഹിക്കുവോ? അത് നിങ്ങൾ ഒക്കെ നേരെ ഒന്നുകിൽ കളരിന്റെ പുറത്ത് അല്ലെങ്കിൽ കുരിക്കള നെഞ്ഞത്ത്. അതിന്റെ ഇടയിൽ ഉമ്മത്തം വസത്താന്ന് ഇവർക്ക് അറിയില്ല. എത്രത്തോളം ഈ കുറേ ഉണ്ട്. ഇവര് നമ്മളെ കാഫറാക്കിയ മഹാന്മാരെ നമ്പർത്തങ്ങളെ പറ്റി വിഗ്രഹ കാണുകയാണ്. പറഞ്ഞില്ലേ ഖലീൽ തങ്ങളെ ചങ്ങലക്കിട്ടിട്ട് പൂട്ടിയിടണോന്ന് പറഞ്ഞില്ലേ. അബൂജഹലെങ്ങാനും ഇവിടെ വന്നാൽ നേരെ മർക്കസ് പോകും. എന്നിട്ട് ഏറ്റുസ്ഥാനോട് അസ്സലാമു അലൈക്കും, ഞാനാണ് അബൂജഹൽ, നിങ്ങളട്ടോ എന്റെ നേതാവ് അങ്ങോട്ട് പറയും. ഇല്ലേ അങ്ങനെ കാഫറാക്കൽ വിദഗ്ധന്മാർ. ചെറിയ കുട്ടികൾക്കടക്കാർ ഈ കാഫറാക്കുന്ന വിഷയത്തിൽ ഡിപ്ലോമ എടുത്ത ആൾക്കാരാണ് വരിക. അത് ഇയാളെന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഭാഗത്ത് എവിടെ ഇയാൾ താമസാക്കിയപ്പം ചെറിയ 4-5 മുരിയരുട്ടികൾ വരുന്നുണ്ട്. മറ്റേ ചെറിയ കുട്ടികളെ നടക്കം പറയുന്നുണ്ട്. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പം എടാ ബാലേട്ടനോട് പറഞ്ഞു പോയിക്കാട്, ഞങ്ങളോട് പറയണ്ട എന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രഷർ കൂടുന്നുണ്ട്. ഇവര് പഠിപ്പിച്ചിട്ട് കണ്ടില്ലേ ഈ കോളത്തിൽ കാഫറാക്കിയാൽ പിന്നെ ചെറിയ കുട്ടിയെ കടക്കാൻ തിരിയില്ലേ. അത് കേട്ടോളി വേണമെങ്കിൽ ഒന്നിങ്ങനെ. കാരണം ഞങ്ങൾക്കറിയോ കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്തുനിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ ഏറി വന്നാൽ 6-7 വയസ്സുണ്ടാവും. അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു ഓനൊരു സലാം. ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞിടോ. മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ ഓൻ്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഇവിടെ മുസ്ലിം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുശ്രികി സിത്തുന്നല്ല പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി. മുസ്ലിമിന്റെ മേലുള്ളക്കാ പറഞ്ഞത്. മിസ്റ്റർ ബാലു, നീ പറഞ്ഞത് പ്രകാരം നമ്പർത്തങ്ങൾ വിഗ്രഹമാണ്, സുന്നികൾ മുശ്രിക്കുകളാണ്. ഈ മുശ്രിക്കായ സുന്നികൾക്ക് എങ്ങനെയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയല്? ഉണ്ടോ? അത് പ്രസംഗിച്ചപ്പോ നോക്കണ്ടിരുന്നു. പക്ഷേ ഞങ്ങളെ ചെറിയ മക്കൾ, ആ മക്കൾ സ്വഭാവം പറഞ്ഞിട്ട് നിങ്ങൾ ബിരിയാണിക്ക് മകൾ തുണിയെടുത്തിരിക്കുന്നു, തല ഭംഗിയായിട്ട് മറച്ചിരിക്കുന്നു. എന്റെ 3ാമത്തെ കുട്ടിയുടെ പ്രായമേ കാണൂ. നിങ്ങളെ വലിയ വലിയ മൗലവിമാർക്കുള്ള ബുദ്ധി ഞങ്ങളെ 3ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള ബുദ്ധിയാണ്. അത് സമ്പാദത്തിലൊക്കെ തിരിയുന്നുണ്ടല്ലോ. അതും ഞാൻ പറഞ്ഞുതരാം. മടവൂരികളെ സമ്പാദത്തിനെ പറ്റിയൊരു ചക്കരിയ പറയുന്നുണ്ട്. ജമാഅത്തുകാരുടെ അടുത്തേക്ക് സമ്പാദത്തിനും പോലെ തൊള്ളിയും കാട്ടിയിട്ട് സുന്നികൾക്കൊക്കെ പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ എന്ന് ചക്കരിയായി വേറെ പലതൊക്കെ സമയം ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ നിങ്ങള്, ഈ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലായി മുജാഹിദ് പ്രസ്ഥാനം ഒരു കാഫറാക്കൽ പ്രസ്ഥാനമാണ്. എത്ര ആളെ മുശ്രിക്കാക്കി. കഴിഞ്ഞ കാലത്ത് ഇമാമിങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കി. എപി ഉസ്താദും ഇ കെ ഉസ്താദും അടക്കമുള്ള സകലാകൾ മുശ്രിക്കാക്കി. ഈ മുശ്രിക്കാക്കലാണ് സത്യത്തിൽ മുജാഹിദിന്റെ തൗഹീദ്. ഇനി ഞാൻ ആ ഭാഗം വിശദീകരിക്കണില്ല. ജമാഅത്ത് ഇസ്ലാമി അതിൽ ഒട്ടും പുറകിലല്ല. അത് പിന്നെ രംഗത്ത് വന്നപ്പോ തന്നെ പറഞ്ഞ എന്താണ്, തൻഖീദ് തഹ്ഖീഖ് पैदा करने के बाद पहला काम जो मैंने किया वो यही था अपनी गिरदन से उतर फेंका जो मुझे मिरास में मिली थी. പരമ്പരാഗതമായി കിട്ടിയ തൗഹീദ് അത് പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ പുതിയ വിശ്വാസിയായിട്ട് രംഗത്ത് വന്നത് എന്നാ ജമാഅത്തുകാരൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ KC അബ്ദുള്ള മൗലവി, അയാളുടെ പരലോക ഖുർആനിൽ എന്ന് പറയുന്ന മലയാളം